നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നത്തൽ പീര പറ്റിച്ചതാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, തേങ്ങ അതുപോലെ ചതച്ചെടുത്തത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, മെയിനായിട്ടുള്ള സാധനം നത്തൽ, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പുളിവെള്ളം. ഇത്രയും സാധനമാണ് വേണ്ടത്. നമുക്കിനി ഈ സാധനം എല്ലാം ഒന്നിച്ച് ചേർത്തിട്ട് ഇത് ഞരടി എടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കാം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഞരടിയെടുക്കാം. ഇനി ഇതിൽ നമുക്ക് അല്പം വെള്ളവും ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നല്ലോണം ഞരടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പുളിയെല്ലാം ചേർത്ത ശേഷം ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നത്തൽ ചേർക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച നത്തലാണ്. ഒന്നും കൂടെ പിഴിഞ്ഞിടണം. ഈ സമയത്തിന് നമ്മൾ ഉപ്പ് കറക്റ്റാണെന്ന് നോക്കണം. ഇതിനെ ഒന്ന് വെന്ത ശേഷം നമുക്ക് തേങ്ങ ചതച്ചതും വെളുത്തുള്ളി കറിവേപ്പിലയും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മളിതാ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നത്തലും ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് തേങ്ങയും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർക്കാം. അതുകൂടെ തന്നെ ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി, എല്ലാം പറ്റി നല്ല പാകമായി വരുന്നത്. നമ്മൾ വെളുത്തുള്ളിയും തേങ്ങയും എല്ലാം ഇതിൽ കിടന്നൊന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ലോണം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. 2 ടേബിൾ സ്പൂൺ തന്നെ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് അതിൻ്റെ പച്ച വെളിച്ചെണ്ണയാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ്. നമ്മൾ ഉടയാതെ കണ്ടിങ്ങനെ ഇളക്കിയെടുക്കണം. നമ്മളെ തക്കാളി, ഉള്ളി, മസാല എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ പുളിവെള്ളം ചേർക്കും. ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളച്ച് ചേർക്കേ.